ഹായ്, ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിലൂടെ കപ്പലൊക്കെ ഓടത്തില്ലേ. അതിലും ഏറ്റവും മനോഹരമായ മുസ്ലിമുകളുടെ ബിരിയാണിയിൽ ഒന്ന് എങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. ഒരു പാത്രത്തിൽ കാശ്മീർ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊരു പേസ്റ്റ് പോലെ മാറ്റിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനിലോട്ട് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റോളം നമുക്കത് റെസ്റ്റിലോട്ട് മാറ്റാം. ഈ പൊടികളൊന്നും കടയിൽ മേടിക്കത്തില്ല. മുസ്ലിമുകളുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ റെഡിയാക്കുന്നതാണ്. പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇത് മൂന്നും പൊടിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഞാനും വീട്ടിൽ ഈ കാശ്മീർ മുളക് പൊടിയും അല്ലാണ്ട് നോർമൽ മുളക് പൊടിയും വീട്ടിൽ തന്നെയാണ് പൊടിപ്പിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള അരി വെച്ചിട്ട് കുക്കറിൽ എങ്ങനെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം ഒരു കുക്കറിനകത്ത് നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ആദ്യം അണ്ണാശിപ്പൂ, പട്ട, ജാതിപത്രി, ഗ്രാമ്പ്, ഏലക്ക, സാജിര, കൽപ്പാസി ഇതാണ്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മണമൊക്കെ വന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള നല്ല ഒരു ബ്രൗൺ കളർ വന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ ആയിട്ട് മാറിയതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ബിരിയാണി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആദ്യം തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ബിരിയാണിയിൽ നമുക്ക് 1-2 പ്ലസ് പോയിൻ്റൊക്കെ ഉണ്ട്. അത് നമ്മൾ നോക്കി ചെയ്താൽ മതി. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലോണം എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് എടുക്കണം. ഒന്ന് ആ സ്പൈസസൊക്കെ ഒന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിൻ്റെ നമ്മൾ ആ ബിരിയാണി കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും മണവും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് രണ്ടാമത് വേണം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ. ആദ്യം നമുക്ക് തക്കാളി ചേർക്കരുത്, ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അതാണ്ടേ നല്ല കളറൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളിയുടെ കളറ് ഒക്കെ ഒന്ന് മാറി വന്ന് നല്ലോണം ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്ന് നല്ലോണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമുക്ക് ഒരു കളറിന് വേണ്ടി ഇച്ചിരി നമുക്ക് കാശ്മീർ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വീട്ടിൽ ചെയ്യുന്ന ഒരു കാശ്മീർ മുളക് പൊടിയാണ്. കാശ്മീർ മുളക് പൊടിയും അല്ലാണ്ട് നോർമൽ മുളക് പൊടിയും ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കടയിൽ നിന്ന് മേടിച്ചിട്ടൊന്നും അല്ല. അതാണ്ട് നല്ല കളറൊക്കെ ഉണ്ട് ഇതിൽ തന്നെ. അതാണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു 15 മിനിറ്റ് ചിക്കന് മസാലയ്ക്കകത്ത് ഒന്ന് റെസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതാണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും പച്ചമുളകും പുതിനയും മല്ലിയിലയും അതിൻ്റെ ഒരു സ്പൈസസ് മൊത്തം നമ്മൾ ചിക്കനിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അതിനകത്ത് തന്നെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചില ബിരിയാണിയൊക്കെ നമ്മൾ കഴിക്കാൻ നേരത്ത് ഇഞ്ചി പോലെ ഇരിക്കത്തില്ലേ, ആ ചിക്കൻ പീസൊക്കെ എടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഇഞ്ചി പോലെ ഇരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. അങ്ങനെ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഈ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. നല്ല ജ്യൂസി ആയിട്ട് നല്ല ഒരു ടേസ്റ്റായിട്ട് സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അതാണ്ടേ നല്ലോണം ഇച്ചിരി ഒന്ന് കുരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കാം. അതാച്ച് 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് അതിൻ്റെ അളവ് തന്നെ 2ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒരു കൊതി വന്നതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഒരു കൊതി വരുന്നതിൻ്റെ വരെ നമ്മൾ അടപ്പ് ഒന്ന് തുറക്കണ്ട, നമ്മൾ അങ്ങനെ തന്നെ അടച്ച് വെക്കാവുന്നതാണ്. താണ്ടെ അടച്ച് വെച്ചിട്ട് എടുത്തതിന് ശേഷം ഇതാക്കണ്ട നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നാരങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിലായതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ബിരിയാണി അരിയൊന്നും മേടിച്ചിട്ടില്ല. വീട്ടിലുള്ളതാ ഇതാണ് കുഞ്ഞരിയാണ്. ഈ അരി വെച്ചിട്ടാണ് നമ്മളിന്ന് മുസ്ലിമുകളുടെ ബിരിയാണി ചെയ്യാൻ പോവുകയാണ്. ദാണ്ടെ ഇതാണ് കുഞ്ഞരി.
അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചേർത്ത് കൊടുത്തതായിരുന്നു. അത് ഞാനിത് വിട്ട് പോയതാണ് കാണിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ഇലക്കൊക്കെ കൊടുത്ത് ഒരുപാട് ഒന്ന് ഇലക്കി കൊടുക്കരുത്, ആ അരിയൊക്കെ ഒന്ന് ഇതായി പോവും. അതേപോലെ ചെറുതായിട്ട് ഒന്ന് ഇലക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ആക്കാം. ഇപ്പം തന്നെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് 2 വിസിൽ വന്നതിന് ശേഷം എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഇതാ വിസിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഏരൊക്കെ പോയി കഴിഞ്ഞ് തുറക്കാൻ പോവുകയാണ്. എന്താ മണമല്ലേ! ഇതാ അതിൻ്റെ പുറത്ത് തന്നെ കണ്ടാവും നെയ്യും എണ്ണയൊക്കെ ചേർന്ന് മുകളിലോട്ട് കിടപ്പുണ്ട്. ചോറ് ഒന്നും പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ചിക്കൻ്റെ പീസൊക്കെ തന്നെ കണ്ട എന്ത് പഞ്ഞി പോലെ ഇരിക്കുന്നു. അതാച്ച് സ്പൈസായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നു. കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ അടുത്ത് നോക്കുന്നതുകൊണ്ട് നല്ല മണവും നല്ല ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. ഫുൾ ഫൈനലാണ് ഇതാണ്. ഞങ്ങൾ ഇടയ്ക്ക് സാലന വെച്ചായിരുന്നു, അത് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതാണ് ചിക്കനൊക്കെ കണ്ട നമുക്ക് തന്നെ വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മുസ്ലിമുകളുടെ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്